നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളിയായിട്ടുള്ളൊരു വാഹനം വരുന്നുണ്ട്. എൻ്റെ മുന്നിലൂടെ ഇപ്പോൾ ആ വാഹനം പാസ് ചെയ്ത് പോകും. ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ്. അവിടെ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഇടിലങ്ങളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് എൻ്റെ പുറകിലുള്ള സംഭവങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് കൊതി തീരത്തില്ല, കൊതി തീരാത്ത സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു വെറൈറ്റി ഫീലാണ് ഗൈസ്. നോക്കി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഒരു വലിയ പാലം കാണാം. കിടില സെറ്റപ്പ്. എൻ്റെ പൊന്നളിയാ, ഇതാണ് ഗൈസ് യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ അല്ല, ഇത് ദുബായിലെ റിവർലാൻഡ് ഗാർഡനിലാണുള്ളത്. ഇതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ യൂറോപ്പിൽ വന്നൊരു ഫീലാണ്. ശരിക്കും പറയുമ്പോൾ യൂറോപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല. വണ്ടി വിളിച്ച് ദുബായ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിടുക്കൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും യൂറോപ്പിൽ ചെന്നൊരു ഫീലാണ് ഗൈസ്. ഹായ് മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ റിവർ ലാൻഡിലാണ്. അതായത് ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി യൂറോപ്പിൽ പോയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് മച്ചന്മാരെ. അപ്പോൾ നമ്മൾ ഏകദേശം ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ. ഇതാ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. യെസ് ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ റിവർ ലാൻഡ് എത്തിയിരിക്കുകയാണ്. ഇതിനുള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അരുണുണ്ട്, സുധീഷനുണ്ട്. ഹേ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഇതിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ മോനെ നമ്മൾ ഇതിനുള്ളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ വേറൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതാ അവിടെ ഒരു ട്രെയിൻ പോലത്തെ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ അത് കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി ഡിസൈനിലാണ്. അങ്ങ് ദൂരെ ഒരു ട്രെയിൻ കിടക്കുന്നു ഗൈസ്. നോക്കാം നമുക്ക് ആ ട്രെയിൻ എങ്ങനെയാണ്. എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേക്ക് വന്നു തോന്നുന്നു ട്രെയിൻ. ഏകദേശം എൻ്റെ പുറകിലായിട്ട് കിടക്കുന്ന ഒരു കിടിലും ഇവിടുത്തെ വിസിറ്റേഴ്സിനെ കൊണ്ടുപോകുന്ന ചെറിയൊരു ട്രെയിനാണ്. അടിപൊളി ഒരു സെറ്റപ്പാണ് ഗൈസ്. കാണാൻ നല്ല രസമാണ്. ലുക്ക് സാധനം ആ ഒരു ട്രെയിനിലെ ഫീൽ പോലെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് സാധാ വണ്ടിയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. നല്ല നല്ല അടിപൊളി കാഴ്ചകളും സീനറിയും ഒക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏകദേശം ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാനും കാണാനും കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു യൂറോപ്പിൽ ചെന്നൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇതിനകം മുഴുവനും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. വേറെ ഫീലുണ്ട്, വെറൈറ്റി സംഭവമാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ യൂറോപ്പിലൂടെ നടക്കുന്നത്, യൂറോപ്പിലെ ഏതെങ്കിലും ഒരു സിറ്റിയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഇരുട്ടി കഴിയുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു വെറൈറ്റി ലൈറ്റും സെറ്റപ്പും ഒക്കെ കാണാം നമുക്ക്. ഇത് എൻ്റെ പുറയിലായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കീഴിലൊരു യൂറോപ്യൻ സെറ്റപ്പാണ്. നോക്കി ചെറിയൊരു പുഴ, എന്താ പറയുന്നത്, ഒരു തടാകം എന്നൊക്കെ പറയുന്നതാണ്. അവിടെ ജൈൻറ്റ് വീലൊക്കെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ എന്താ പറയുന്നത് തേവുന്ന ഒരു സംഭവം സെറ്റപ്പൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂറോപ്പിൽ നിൽക്കുന്ന ഒരു സെറ്റപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന വേറൊരു സെറ്റപ്പാണ്. കുറേ ഉണ്ട് നടന്ന് കാണാനുള്ളത്. നമുക്ക് ചെറിയ ചെറിയ കാണാം. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല കിടില ഒരു ബസ്, അതായത് നോക്കി കിടില ഒരു ബസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ അടിപൊളി, നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാർട്ടൂൺ ഷേപ്പിൽ സംഭവം സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു എൻ്റെ മോനെ എന്തോ ഗായ്സ് ഈ കാണുന്നത് നമ്മൾ വിഷയം സാധനം നല്ല രസമാണ്. ഇതിൻ്റെ മണ്ട ലൈറ്റൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് രാത്രി ഇരുട്ടായി കഴിയുമ്പം ഈ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് മുഴുവനും ഒന്ന് റൗണ്ട് അടിക്കുമെന്നാണ് തോന്നുന്നത്. കിടില സംഭവം സെറ്റപ്പ്, അടിപൊളി ഷോട്ട്. എൻ്റെ മോനെ കിടിലൻ സെറ്റ് സാധനം. ഇവിടെ നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ കുറേ ദൂരമുണ്ട് നടക്കാൻ. പക്ഷേ നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം കീഴിലെ ഒരു യൂറോപ്പ് സെറ്റപ്പാണ് ഗൈസ്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നോക്കി ആ നദിക്ക് ക്രോസ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം കല്ലുകൊണ്ട് തന്നെ പണിഞ്ഞു വെച്ചേക്കുന്ന പോലെ നല്ലൊരു രസമുള്ള ഫീലിങ്സാണ് ഈ ചുറ്റും കാണുന്നത്. അങ്ങനെ വെച്ചാൽ വരെ നമ്മൾ ഏകദേശം കണ്ടിട്ട് ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് കീഴിലെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൂൾ ഒരു കണ്ണാടി ഇരിക്കുന്നുണ്ട്. ഏകദേശം ഇതിനുള്ളിലേക്ക് നടക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ റിവർ ലാൻഡിനുള്ളിലേക്കാണ്. ഏകദേശം നമ്മളിപ്പോൾ എൻട്രി ഭാഗത്തായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റൂ. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത്, ഒരു വെറൈറ്റി ഫീല്. അപ്പം നമ്മൾ വീണ്ടും
കുറച്ചുകൂടെ അകത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ മോഷൻ ഗേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ മോഷൻ ഗേറ്റ്. ഇത് അതുവഴി നമ്മുടെ ഒരു ചെറിയ വണ്ടി ഉരുണ്ട് പോകുന്നുണ്ടോ, കീടില സെറ്റപ്പ്. ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ വണ്ടിയാണ് തോന്നുന്നു. ഇലക്ട്രിക്കൽ വണ്ടി ട്രാവൽ ചെയ്ത് അവർ നമ്മളെ ഹായ് കാണിച്ചു, നമ്മളും തിരിച്ചൊരു ഹായ് കാണിച്ചു. പക്ഷെ എൻ്റെ മോനെ ഇതാ നോക്കിയ കൽപ്പടവുകൾ ഇങ്ങനെ പണിഞ്ഞിട്ടേക്കുന്നുണ്ടോ. ഇതുവഴി ഇങ്ങനെ നേപ്പോട്ട് കയറി പോകുമ്പോൾ എന്താ രസമാണെന്നറിയാം. സോ ക്യൂട്ടടാ, പൊളിച്ച് അടിപൊളി സ്ഥലം, വൈബ് കേട്ടോ. നടന്ന് പാർക്കിനുള്ള വേറൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് വൈഫൈ ഫ്രീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വൈഫൈ ഫ്രീ ഉണ്ട്. അരുണേ, ഇവിടെ വൈഫൈ ഫ്രീ ഉണ്ടോ? യെസ്. എൻ്റെ മോനെ, നമ്മുടെ നാട്ടിലെയൊക്കെ കൂട്ട് നല്ല ബിൽഡിങ്ങിൽ പണിഞ്ഞിട്ടേക്കുന്നുണ്ട്. ഫുള്ള് കളർഫുൾ സെറ്റപ്പ്. ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാർക്കാണ്. മോനെ, ഈ കാണുന്ന പാർക്കാണ് തോന്നുക. അവിടെ ഒരു എന്താണിത് സംഭവം കണ്ടിട്ട്, ഈ ഒരു സംഭവം കണ്ടോ, ഇതെനിക്കൊന്ന് ടവറാന്ന് തോന്നുന്നു. ഈ ഒരു റിവർ ലാൻഡിനകത്തൂടെ എനിക്ക് നടക്കുമ്പോൾ തോന്നുന്നത് നമ്മുടെ കൊച്ചിൻ വണ്ടർലയിലൊക്കെ പോകുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ അതിനകത്തോട്ട് കയറുന്നില്ല. നമ്മൾ നേരെ ഇവിടുത്തെ സ്പോട്ടുകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ നമുക്ക്. ഇതാ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ താഴെ കണ്ട ആ ഒരു റിവറിൻ്റെ മേളിൽ കൂടാണ്. അതായത് എനിക്ക് താഴെ കാണുന്നത് അടിപൊളി റിവറാണ്. നോക്കി, തടാകം. നമ്മൾ നടന്ന് യൂറോപ്പിലെ ഏതോ ഒരു നഗരത്തിലെത്തിയിരിക്കുകയാണ്. ഇതാ യൂറോപ്പിൻ്റെ പഴയ സിറ്റികളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂറോപ്പിൽ ചെന്ന ഫീലാണ് ഉള്ളത്. എൻ്റെ മോനെ, കൊള്ളാം. മച്ചന്മാരെ, ഇവിടെ കിട്ടില്ല ബൈക്ക് കിട്ടി. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ വൈബ് സ്ഥലമുണ്ട് നമ്മുടെ ഈ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ റിവർലാൻഡിനകത്ത്. അടിപൊളി. ഉള്ളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വീടില്ല ഫോട്ടോസൊക്കെ വീട്ടിലുമായിട്ടെടുക്കാനുള്ള എനിക്കൊന്ന് വെസ്പയാന്ന് തോന്നില്ലേ, നമ്മുടെ നാട്ടിലെ വെസ്പയുടെ ഒക്കെ ഒരു ഷേപ്പുണ്ട്. ഞാൻ നോക്കി എല്ലാ കിട്ടും സെറ്റപ്പാണ് നോക്കി. അടിപൊളി രസമുണ്ട്. ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ അടിപൊളി യൂറോപ്പിലെ ഒരു സെറ്റപ്പാണ് കാണാൻ പറ്റുന്നത്. അതെ, നമ്മുടെ യൂറോപ്പിൽ മോനെ, നമ്മളിപ്പോൾ നടക്കുന്നത് യൂറോപ്പിലെ ഒരു പ്രാന്തപ്രദേശത്തൂടെയാണ്. ഏകദേശം നമ്മൾ മുന്നോട്ട് പോകുന്നത് ഫ്രഞ്ച് വിൻറ്റേജിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിരിക്കുന്നത്. പഴയ കാലത്തെ ഭരണിയിൽ ഇവിടെ അടിപൊളിയായിട്ട് ചെടികളൊക്കെ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. വെരി കൂൾ ഗൈസ്. അടിപൊളി സെറ്റപ്പ്. മച്ചന്മാരെ, എൻ്റെ ബാക്കിലോട്ട് നോക്കി. ഇടുപ്പിയിൽ യൂറോപ്പിൽ ഏതോ വലിയ നഗരത്തിലാണ് കഴിച്ചത്. വന്നിട്ടുള്ള ആൾക്കാർ ആ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഗൈസ്. പൊളി, വേറെ രസമാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന്. എന്നാലും പൊളിയാണ് മച്ചാമാരെ, പൊളി. ഈ ഒരു പാത്രം വന്നു കഴിഞ്ഞാൽ ഇരുപത് സ്ഥലങ്ങളാണ് ഗൈസ് കാണാനുള്ളത്. വേറെ വൈബ് രസം ഫുള്ള് അടിപൊളിയാണ് ഗൈസ്. പറഞ്ഞു കഴിഞ്ഞാൽ
എൻ്റെ മോനെ നമ്മളിതാ ഈ യൂറോപ്പ് നഗരത്തിനുള്ളിലൂടെ നമ്മൾ നടക്കുകയാണ്. ഇതിനുള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വാതിലുകളും കുറേ എൻട്രൻസും ഒക്കെ കാണാം നമുക്ക്. പക്ഷേ നമ്മൾ നേരെ ഈ ഒരു സെറ്റപ്പിലോട്ടാണ് പോകുന്നത്. എൻ്റെ മച്ചാന്മാരെ, ഓ ഗൈസ്, ഇവിടെ ഭയങ്കര ചൂടാണ്. ഒരു രക്ഷയില്ലാത്ത തീ പോലത്തെ ചൂടാണ് ഗൈസ്. ഞാൻ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഫ്ലൈറ്റ് എൻ്റെ മോനെ, എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെ കണ്ടോ, നല്ല കീട്ടിയിലൊരു ജയൻറ്റ് വീലുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു സെറ്റപ്പ് സാധനം എന്ന് പറയുന്നത്. പൊളിച്ച് ഈ ഒരു കോർണറിൽ കൂടെ നമുക്ക് നടക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കല്ലും എന്താ പറയുന്നത്, കല്ലും സിമെൻറ്റും ഗ്യാപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. പ്രത്യേക ഷേപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് സെറ്റ് ചെയ്തേക്കുന്ന ഈ കല്ലുകൾക്ക് ഒന്നും. പല പല ഷേപ്പിലുള്ള കല്ലുകൾ വെച്ചിട്ട് അടുക്കി അതിനകത്തിൽ എന്തോ മിശ്രിതം വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പാറയാണെന്ന് തോന്നുന്നു. എന്നാൽ ഇത് സെറ്റ് ചെയ്തേക്കുന്ന വെറൈറ്റി രീതിയിലാണ് ഗൈസ്. നോക്കി കാണുമ്പോൾ തന്നെ വേറൊരു ഫീലാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സെറ്റപ്പ്. അതിനകത്തിൽ തടി മുങ്ങി പൊങ്ങി കറങ്ങുന്നതനുസരിച്ച് വെള്ളം പോകുന്നത് കാണാൻ നമുക്കിവിടെ ഇന്ന് കാണാൻ പറ്റും. ഓ, കിടിലൻ സെറ്റപ്പ് ഗൈസ്, കിടിലൻ സെറ്റപ്പ്, അടിപൊളി. ഓ, ഇതൊരു തീർ ലുക്കായിപ്പോയി കേട്ടോ, വേറൊരു ഫീലായിപ്പോയി ഗൈസ്. നമുക്ക് അടിപൊളി. എൻ്റെ മോനെ, MC ഡൊണാൾഡ്സ് എന്ന് പറയുന്നൊരു ഷോപ്പ് ഇവിടെ കാണാൻ സാധിക്കും ഗൈസ്. ഇവിടാണ് ഇതിൻ്റെ എൻഡിങ് ഭാഗം വരുന്നത്. ഇവിടാണ് ഗൈസ് ഇതിൻ്റെ എൻഡിങ് വരുന്നത്. സോ നമുക്ക് അടിപൊളി ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ യൂറോപ്പിൻ്റെ ഈ ഒരു നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നോക്കി, ഇവിടെ എല്ലാം പഴയ ബിൽഡിങ്ങുകൾ പോലത്തെ ഒരുപാട് പുരാതനമായ ബിൽഡിങ്ങുകൾ നിൽക്കുന്നത് പോലെ പണിഞ്ഞു വെച്ചേക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി പഴമയുള്ളൊരു സിറ്റി പോലെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. നമ്മളപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെറിയ തടാകമുണ്ട് എൻ്റെ സൈഡിലൂടെ. അത് ക്രോസ് ചെയ്യുന്നൊരു പാലമുണ്ട് ഇവിടെ. ഈ ഒരു പാലം കടന്നാണ് നമ്മൾ പോകുന്നത് മുന്നിലോട്ട്. നല്ല കിടിലൻ വ്യൂ ആണ്, അടിപൊളി രസമാണ്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീം കോർണറുണ്ട്. ഐസ്ക്രീം കോർണറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഐസ്ക്രീം ഒക്കെ കഴിക്കുക. ഇവിടെ ചെയറുണ്ട്. അതിനപ്പുറത്ത് നല്ലൊരു തടാകം ഒഴുകുന്നുണ്ട്. അതിനും അപ്പുറത്ത് വേറൊരു റോഡുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം മുന്നിലോട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്. കിടിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കിടിലൻ സ്ഥലം. യൂറോപ്പിൽ ഒരു നഗരത്തിലൂടെ തന്നെയാണ് നമ്മൾ നടക്കുന്ന ഒരു ഫീല് കിട്ടും ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഗൈസ്. അതുപോലെ കിടിലമായിട്ടുള്ളൊരു സ്ഥലമാണിത്. പക്ഷേ നോക്കി എന്നാ പൊളിയാന്ന് നോക്കി, എൻ്റെ ബാക്കിലോട്ടൊക്കെ കണ്ടോ, കിടിലം എന്ന് പറഞ്ഞാൽ കിടില സ്ഥലം. ഓ, വിസിറ്റേഴ്സിനെയൊക്കെ കൊണ്ടുപോകുന്ന ഈ ഒരു വണ്ടിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്ത് ഈ ഒരു സിറ്റി മുഴുവനും കാണാൻ സാധിക്കും. അതിനുള്ള വണ്ടിയാണിതാ ഇത്. എൻ്റെ മോനെ, ഇങ്ങനെ പോകുന്ന വഴിക്ക് നടക്കാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയെ കയറി കഴിഞ്ഞാൽ കൈ കാണിച്ച് കയറിയാൽ മതി. പൈസയൊന്നും കൊടുക്കണ്ട, എക്സ്ട്രാ പേയ്മെൻറ്റ്. നമുക്ക് ചുമ്മാ കയറിയിരുന്ന് ഒരു റൗണ്ടൊക്കെ അടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഗായ്സ് നോക്കൂ, ഒരു രക്ഷയില്ലാത്ത ഈ പാലം കണ്ടോ, പൊളി, അടിപൊളി. അതേസമയം ആകാശത്തോടൊരു ജെറ്റ് പാറി പറന്ന് കളിക്കുന്ന കാണാം നമുക്ക്. ഒരു കിടിലൻ ഈവനിങ് ആണ്, ഒരു തീർ ലുക്കായി പോയി ഗായ്സ്. അങ്ങനെ ഏകദേശം നമ്മൾ ഇത് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ടിക്കറ്റിൻ്റെ ചാർജ് പറയാം. അതായത് പെർ ഹെഡ് 20 ദിറംസ് ആയിരുന്നു. അപ്പം പറയുന്ന വണ്ടി വരുന്നുണ്ട്, നമ്മൾ മാറി നടക്കാം. 20 ദിറംസ് ആയിരുന്നു. അപ്പോൾ 20 ദിറംസ് ഞങ്ങൾ 3 പേരാണ് എടുത്തത്. അപ്പം 60 ദിറംസിൻ്റെ ഒരു കൂപ്പൺ നമുക്ക് തന്നിട്ടുണ്ട്. ആ എൻട്രി പാസ് ഫ്രീ ആണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് 20 ദിറത്തിന് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ആ ഫുഡ് കോർണറിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ നമുക്ക് എന്താണ് കഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം.
അപ്പോൾ നേരെ നമുക്ക് ഫുഡ് കോർണറിലോട്ട് പോവാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കോർണറിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഫുഡ് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് നമുക്ക് ഒരു സ്ക്രീനുണ്ട്, ഈ സ്ക്രീനിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് 60 ദിർഹംസിന് ഒരു ആപ്പിൾ ജ്യൂസ്, ഒരു പൈനാപ്പിളിൻ്റെ ഒരു കട്ടിംഗ് പീസ്, എനിക്ക് തോന്നുന്നു ബർഗറാണെന്ന് തോന്നുന്നു, ചെറിയൊരു ചിക്കൻ ബർഗർ ഉണ്ട്. ഇതാ നോക്കിയേ, കണ്ടോ, ഇതാണ് ചിക്കൻ ബർഗർ. അങ്ങനെ 3 സെറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 60 ദിർഹംസായി. കുഴപ്പമില്ല. ഇനി നമുക്ക് ഐസ്ക്രീം വരാനുണ്ട്. 3 ദിർഹംസാണ് ഐസ്ക്രീമിനുള്ളത്. അപ്പോൾ ഇതിപ്പം വരും. ഭയങ്കര കട്ടി മുറുകെ പിടിച്ചോടെടാ പാല. അങ്ങനെ നമ്മൾ എൻ്റെ മോനെ എന്നോ ചൂടാന്നറിയാവോ. ഓ ഗൈസ്, വെന്തുരുകുന്നു ഗൈസ്, വെന്തുരുകുന്നു. ഒരു രക്ഷയില്ലാത്ത ചൂട്. ഓ എൻ്റെ മോനെ, അന്യായ വൈബ്. ലൈറ്റൊക്കെ എന്നടാ ഇങ്ങനെ ഇരിക്കുന്നത്, തിളങ്ങിയിരിക്കുന്നത്. ശരി നോക്കിയേ, അടിപൊളി ഫീല്, വെറൈറ്റി ഒരു ഫീലാണ്. ഇതെല്ലാം ഓഫാക്കി നമ്മൾ അകത്തോട്ട് പോയപ്പം, ഫുഡ് കഴിക്കാൻ പോയപ്പം ഭയങ്കര വെട്ടവും പ്രകാശവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇരുട്ടി ലൈറ്റായി. ഇവിടുത്തെ മ്യൂസിക്കുകളെല്ലാം ഓഫായി, വിളക്കുകളെല്ലാം തെളിഞ്ഞു. ഈ യൂറോപ്പ് നഗരത്തിൽ നിന്നും നമ്മൾ വിട പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഞാനും അരുണും സുധീഷ് അണ്ണൂടെ ഇവിടുന്ന് ഈ ഒരു നഗരത്തെ, യൂറോപ്പ് നഗരത്തെ തനിച്ചാക്കി വിജനമാക്കി ഞങ്ങൾ ഇവിടുന്ന് നടന്നകലുകയാണ്. ഏത് അതെ, ദൂരെ ആ പാലം നിൽക്കുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ. മോനെ, നമ്മളങ്ങനെ അടിപൊളി ഒരു പാലത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ പകൽ കണ്ട ആ പാലം ഈ രാത്രി ആയപ്പോഴേക്കും ഇരുട്ടായി. ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്ത് 2 സൈഡിലായിട്ടും വെച്ചിട്ട് കിടിലും ഒരു കൂളി ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ മോനെ നോക്കിയേ, അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ അവസാനത്തെ പാലത്തേക്കൂടെ നടക്കുകയാണ്. ഈ യൂറോപ്പ് നഗരത്തോട് നമ്മൾ ഇതോടുകൂടി വിട പറയുകയാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ പേജും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. It's me, Anoop, signing out, guys.